വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എന്തെല്ലോ ചിന്തകൾ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് വയനാട്ട് പോയിട്ട് ഒരീസം ഒന്ന് മാറി താമസിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ശരിയാവുമെന്ന്. അങ്ങനെ നേരെ വയനാട്ടിലേക്ക് വിട്ടു. രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ടൊരു 11:30 കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു 2:15 ആകുമ്പോൾ വയനാട്ടിലെ ഈ ഒരു റിസോർട്ടിലെത്തി. ഇവിടെ എത്തിയ ഉടനെ എനിക്കൊരു ഗ്ലാസ് നല്ല തണുത്ത ഗ്രേപ്പ് ജ്യൂസും കുടിക്കാൻ കിട്ടി. അങ്ങനെ ആ ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് ബാഗെല്ലാം റിസപ്ഷനിൽ തന്നെ വെച്ചിട്ട് ഞാൻ നേരെ പോയത് ആ റിസപ്ഷൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ലഞ്ച് കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയ ഉടനെ ഞാൻ അവിടുന്ന് വീണ്ടും ഒരു ബത്തക്ക ജ്യൂസും പറഞ്ഞു, പിന്നെ ഒരു സാലഡും പറഞ്ഞു കക്കിരീൻ്റെ. അതിൻ്റെ കൂടെ തന്നെ മെയിൻ കോഴ്സും അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ആ സാലഡെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മെയിൻ കോഴ്സ് എൻ്റെ മുമ്പിലേക്ക് എത്തിയേ. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഗ്യാസിൻ്റെ, അതായത് സിലിണ്ടറിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് മെനുവിലുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഇവിടെ ഇവിടെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാമാണ് കാര്യങ്ങളെ കിടപ്പ്. എന്നാൽ പിന്നെ മെല്ലെ കഴിക്കാൻ തുടങ്ങാമല്ലേ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുള്ളത് ആട്ടപ്പൊറോട്ടയാണ്. ആട്ടപ്പൊറോട്ടേൻ്റെ സൈഡിലായിട്ട് പനീർ ബട്ടർ മസാല ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ദാൽ ഫ്രൈയും. തുടങ്ങിയത് ആട്ടപ്പൊറോട്ട പനീർ ബട്ടർ മസാലയിൽ മുക്കി കഴിച്ചിട്ടാണ്. അതിനുശേഷം പതുക്കെ ചെമ്മീനിലോട്ടേക്ക് കൈപോയി. ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ് ഈ ചെമ്മീൻ. അങ്ങനെ ചെമ്മീൻ കഴിച്ച് നോക്കി. എന്നിട്ട് പിന്നെ പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് അത് ചെമ്മീൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച്. പൊറോട്ട മറ്റേ ഫ്രഷായിട്ട് അടിക്കുന്ന പൊറോട്ടയല്ല കേട്ടോ, ഫ്രോസൺ പൊറോട്ടയാണ്. പിന്നെ ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ചിക്കൻ കാന്താരിയും കുരുമുളകെല്ലാം ഇട്ടിട്ടാക്കുന്ന ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു ഇവിടെ. അതും ഓർഡർ ചെയ്തിന്. അതാണ് ഈ കാണുന്നത്. ഇതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റിനും കേട്ടോ. ആ ഫ്ലേവറിലുണ്ടല്ലോ കാന്താരിൻ്റെയും കുരുമുളകിൻ്റെയും അതെല്ലാം ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചെമ്മീനും എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്, പക്ഷേ ആ കോട്ടിംഗ് അങ്ങനെ മടുപ്പിക്കുന്ന അത്രയും തിക്നെസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരിയ കോട്ടിംഗ് ആയിരുന്നു. പിന്നെ ആ മസാലയും സെറ്റായിരുന്നു. അങ്ങനെ മെല്ലെ ആ പൊറോട്ടയും ചെമ്മീനും കുറച്ച് ചിക്കനെല്ലാം കഴിച്ച ശേഷമോ പിന്നെ നല്ല ചൂട് ബസ്മതി റൈസിൻ്റെ ചോറില്ലേ, അതിൻ്റെ സൈഡിലേക്ക് ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടിട്ട് എന്നിട്ട് ലേശം മസാല ഉണ്ടല്ലോ, പച്ച കളറിലുള്ള ചിക്കൻ്റെ കൂടെ വന്ന മസാല, ആ ഗ്രേവി, അത് ലേശം ചോറിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് ചോറും ചിക്കനും മസാലയും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഗ്രേവിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെള്ള കളറിലുള്ള ചൂട് ബസ്മതി റൈസ് കണ്ടാൽ പിന്നെ എനിക്ക് അത് തൈരും ദാൽ ഫ്രൈയും മാങ്ങ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറും കൂട്ടി കഴിക്കാണ്ട് ഒരു സമാധാനം കിട്ടുകയില്ല. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും പറഞ്ഞു. പിന്നെ ചിക്കൻ ഉള്ള സ്ഥിതിക്ക് ചിക്കനും കൂടെ കൂട്ടി പിടിച്ച് കേട്ടോ ആ റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീനില്ലേ, ആ ചൈനീസ് സ്റ്റൈലിലാക്കിയ ചെമ്മീൻ, അതും ചോറും കൂടെ കൂട്ടി കഴിച്ചിട്ടും കഴിച്ച്. അങ്ങനെ അതെല്ലാം പതുക്കെ കഴിച്ചതിന് ശേഷം അവസാനം ഡെസേർട്ടിലേക്ക് അങ്ങോട്ട് കടന്ന്. ഡിസേർട്ടായിട്ട് എനിക്ക് ഷെഫ് ഉണ്ടാക്കി തന്ന ഐറ്റം ഈ കാണുന്ന മാംഗോ പുഡിങ്ങാണ്. ആ മാംഗോ പുഡിങ്ങിൻ്റെ സൈഡിലായിട്ട് ആപ്പിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ആപ്പിൾ ഉണ്ട്, ബത്തക്കേൻ്റെ പീസ് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്, സൈഡിൽ ഓറഞ്ച് ഉണ്ട്, ചെറി എല്ലാം ഉണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ഇങ്ങനെ കുലുങ്ങി കളിക്കുന്ന ഒരു മാംഗോ പുഡിങ്. ഒരു ലൈറ്റ് മധുരം, അതുകൊണ്ട് തന്നെ അങ്ങനെ മടുക്കുന്നുണ്ടായില്ല. ഏകദേശം പകുതി ഞാൻ കഴിച്ചിട്ട് പകുതി ബാക്കി വെച്ചിന് കേട്ടോ, മധുരം അധികം കഴിക്കാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതാണ് റെസ്റ്റോറൻറ്റ്. ഈ റിസോർട്ടിൻ്റെ ആ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. പിന്നെ നേരെ റിസപ്ഷനിലോട്ട് പോയി അവിടുന്ന് ബാഗും എടുത്തിട്ട് റൂമിലോട്ടേക്ക് വിട്ട്. പക്ഷേ ഇത് ഞാൻ താമസിക്കുന്ന റൂമല്ല, ഇത് ഇവിടുത്തെ ബാൽക്കണി ഉള്ള ഒരു റൂമാണ്. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഈ റൂമിലോട്ടൊന്ന് കയറിയതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്, അതായത് വെക്കേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഒരു ഫാമിലിക്ക് വെറും 5000 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ടാക്സ്, ഇൻക്ലൂഡിങ് ഫുഡ് ഇവിടെ താമസിക്കാൻ പറ്റും. ഇത് നമ്മളെ വയനാട് ലക്കിടിയിൽ താമരശ്ശേരി ചുരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള അബാദിൻ്റെ ബ്രൂക്ക് സൈഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ തവണയായിട്ടാണ് ഇവിടെ. കഴിഞ്ഞ തവണ, അതായത് ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ പൂൾ വില്ലയിലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം തൽക്കാലം പൂൾ വില്ല വേണ്ടാന്ന് വെച്ച് വേറൊരു ടൈപ്പ് വില്ല എടുക്കാമെന്ന് വിചാരിച്ചു ഇത്തവണ. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, വയനാടായിട്ടും ചൂടുമുണ്ട്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഇതാണ് ഞാൻ ഇത്തവണ പോയപ്പോൾ താമസിച്ച റൂം നമ്പർ, അതായത് വില്ല നമ്പർ 203. ഈ പ്രോപ്പർട്ടിയിലുള്ള ഏറ്റവും വലിയ റൂമാണിത്. റൂമിൻ്റെ ഒരു സൈസ് കണ്ടെങ്കിൽ നോക്കിയാട്ടെ, നല്ല ഹ്യൂജാണ്. പിന്നെ ഇവിടെ ഒരു കോട്ടേജിലും അല്ലെങ്കിൽ ഒരു വില്ലയിലും എ സി ഒന്നുമില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. പിന്നെ ഞാൻ പോയ സമയത്ത് ലേശം ചൂടായതുകൊണ്ട് ഉച്ച സമയത്തിലും കുറച്ച് ചൂടുണ്ട്. ഇനി എൻ്റെ വാഷ്റൂം കാണിച്ചു തരാം. കണ്ട, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള വാഷ്റൂമല്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഒരു മണിക്കൂർ നേരം കിടന്നുറങ്ങിയ ശേഷം നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയത് റെസ്റ്റോറൻറ്റിലല്ലേ. ഇവിടെ വൈകുന്നേരം ഒരു തട്ടുകട സെറ്റപ്പ് ഉണ്ട് നമ്മളെ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ. നേരെ അങ്ങോട്ടാണ് പോയാൽ അവിടെ പോയിട്ട് ഒരു വിത്തൗട്ട് കാപ്പി പറഞ്ഞു. കാപ്പീൻ്റെ കൂടെ കഴിക്കാനായിട്ട് 2 ചിക്കൻ സമൂസയും.
കാപ്പിയും സമൂസയും കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീമെത്തി നമ്മളെ സാധനം കൊണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡു നോട്ട് ഫീഡ് മങ്കീസ് എന്ന്. അതുകൊണ്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അവർക്ക്. ഞാൻ തന്നെ ആ 2 സമൂസയും കഴിച്ച് കാപ്പി മെല്ലെ ഊതി ഊതി കുടിച്ചതിന് ശേഷമോ ഈ റിസോർട്ടിലൂടെ ഒന്ന് നടക്കാനിറങ്ങി. ഇവിടെ ഒരു പ്ലേ ഏരിയയിലുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഏരിയ അത്. അവിടെ ലുഡോ, ചെസ്സും ക്യാരംസും ടിയും ടേബിൾ ടെന്നീസും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട ശേഷം കുറച്ചും കൂടെ ഒന്ന് നടക്കുമ്പോഴത്തേക്കും ഏകദേശം സമയം രാത്രി ഒരു 7 മണി ആയിട്ടുണ്ടാവും. 7 മണി മുതൽ ഏകദേശം ഒരു 9:30 വരെയാണ് ഇവിടുത്തെ ഡിന്നർ ടൈം. എനിക്ക് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കറക്റ്റ് 7 മണിയാകുമ്പം തന്നെ ഞാനിവിടെ ഡിന്നർ കഴിക്കാൻ എത്തീനെ. ആദ്യത്തെ ഗസ്റ്റ് ഞാൻ തന്നെ ആയിരുന്നു എന്ന് തോന്നും കേട്ടോ. ഐറ്റംസ് അത്യാവശ്യം ഉണ്ട്. എന്നാലും ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു 1, 2 ഐറ്റംസ് കുറവുള്ള പോലെ എനിക്ക് തോന്നീന്. ആകെ മൊത്തത്തിൽ സ്പ്രെഡിൽ. റൈസിൽ 2 ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാക്രോണി ആയിട്ടുണ്ടായിരുന്നു. മാക്രോണി മെക്സിക്കൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പപ്പടം, നമ്മളെ കേരള പൊറോട്ട, പിന്നെ സാലഡ്. വെജിലൊരു ഗോബി പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. ദാലും ഉണ്ടായിരുന്നേ. ഇത് നാടൻ ചിക്കൻ കറിയാണ്. പിന്നെ ഒരു ഫിഷിൻ്റെ ഐറ്റം ഉണ്ട്. ഇതാ ഈ കാണുന്ന ഹണി ചില്ലി ഫിഷ്. പിന്നെ സൂപ്പും ഉണ്ട്. പിന്നെ ഡെസേർട്ടിൽ ഗുലാബ് ജാമുൻ ഉണ്ടേനു, ഒരു പുഡിംഗ് ഉണ്ടേനു, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടേനു, ചോക്ലേറ്റ് ഐസ്ക്രീമും ഉണ്ടേനു. ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് സാലഡും എടുത്തിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് ആരാംസെ അങ്ങോട്ട് തുടങ്ങി കേട്ടാ. ആദ്യം ഒരു 2 പീസ് കക്കരി കഴിച്ചിട്ട് വയറെല്ലാം ലേശം ഒന്ന് തണുപ്പിച്ച ശേഷം ആ വെള്ളക്കടലേൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. വെള്ളക്കടലയും ചാട്ട് മസാലയെല്ലാം ഇട്ടിട്ടാക്കിയ അത് കഴിച്ച്. എന്നിട്ട് ഹണി ചില്ലി ഫിഷ് കഴിച്ച്. അതിനുശേഷം അടുത്ത പ്ലേറ്റുമായിട്ട് വീണ്ടും രംഗത്തോട്ട് ഇറങ്ങി. കുറച്ച് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ദാൽ വെച്ച് അതിൻ്റെ സൈഡിൽ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പൊട്ടറ്റോൻ്റെ ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി. അത് ഒഴിച്ച് പനീറിൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു വെജിറ്റേറിയൻ സെക്ഷനിൽ. അതും പറയാൻ വിട്ടുപോയി. അപ്പോൾ അതും കുറച്ചെടുത്ത് പപ്പടവും 2 ടൈപ്പ് റൈസും ചിക്കൻ കറിയെല്ലാം എടുത്തിട്ട് നേരത്തെ ഇരുന്ന് അതേ സീറ്റിൽ തന്നെ പോയിരുന്നിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. ആദ്യം ആ ബസ്മതി റൈസും ദാലും കൂട്ടിക്കുഴച്ചാണ് കഴിച്ച് തുടങ്ങിയത്. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ റൈസിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ വാരി എടുത്തിട്ടും കഴിച്ച്. നല്ല നാടൻ ചിക്കൻ കറി കേട്ടോ. കൊത്തമ്പാരീൻ്റെ ഒരു ചുഴയുള്ള നല്ലോണം വെന്ത പോലത്തെ ഒരു ടൈപ്പ് ചിക്കൻ കറിയില്ലേ, അങ്ങനത്തെ ഒരു ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ച്. എന്നിട്ടൊരു ലൈം സോഡ ഓർഡർ ചെയ്തു. നല്ല തണുത്ത ലൈം സോഡ. അത് മെല്ലെ മെല്ലെ സിപ്പ് ചെയ്ത് അങ്ങോട്ട് കുടിച്ചിട്ട് ചെറിയൊരു ഏമ്പക്കവും വിട്ട ശേഷം ഡെസേർട്ട് സെക്ഷനിൽ പോയി. പക്ഷേ ഐസ്ക്രീമൊന്നും എടുത്തിട്ടില്ല. വെറും കട്ട് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഇവിടുത്തെ ക്യാമ്പ് ഫയറിലും കുറച്ച് നേരം അങ്ങനെ കണ്ടിരുന്ന ശേഷം ഞാൻ പോയി കിടന്നുറങ്ങിയേ. ഇത് പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 സമയം. രാവിലെ എഴുന്നേറ്റ് ബ്രഷെല്ലാം ചെയ്തിട്ട് എൻ്റെ വില്ലേൻ്റെ പുറത്തിരുന്നിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം മെല്ലെ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരു കുരങ്ങൻ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നത്. ഞാനപ്പാടന്നെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീടിൻ്റെ മേലേക്ക് നോക്കുമ്പോൾ 2 കുരങ്ങന്മാർ ആടി ഇങ്ങനെ ഇരുന്നിട്ട്. ഒരുത്തനാണെങ്കിൽ അലാക്കിൻ്റെ ചൊറിച്ചിലും ചൊറിയുന്നുണ്ട് വയറിൻ്റെ ആടെയെല്ലാം. മണപ്പിക്കുന്നുണ്ട് ചൊറിഞ്ഞിട്ട്. പിന്നെ ഒന്ന് വാഷ്റൂമിൽ പോയി കാര്യങ്ങളെല്ലാം ഒന്ന് നടത്തിയ ശേഷം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ഗുഡ് മോർണിംഗ്. അങ്ങനെ ആടെ കണ്ട ആ സായി പങ്കിളിനോട് ഒരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിലെത്തി. ഐറ്റംസ് എന്തൊക്കെയുള്ളതെന്നെല്ലാം കാണിച്ചു തരാം കേട്ടോ. ബ്രെഡുണ്ട്, പുഴുങ്ങിയ പഴമുണ്ട്, പുഴുങ്ങിയ പഴത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കർമൂസ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ഇഡ്ലീൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാ ചട്നി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, ഇഡ്ലിൻ്റെയും വടേൻ്റെയും സൈഡിലായിട്ട് ദോശയുണ്ട്, സാമ്പാറുണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്. ആ പുഴുങ്ങിയ മുട്ടേൻ്റെ സൈഡിലായിട്ട് തന്നെ സോസേജ് ഉണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ചോക്കോസ് ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ വത്തക്ക ജ്യൂസും ഉണ്ട്, മിൽക്ക് ഷേക്കും ഉണ്ട്. ഇനി ഒരു ലൈവ് കൗണ്ടറും ഉണ്ട് കേട്ടോ, ഓംലേറ്റ് എല്ലാം അടിക്കാനായിട്ട്. ഒരമ്മമ്മ എന്നെക്കാളും മുമ്പേ പ്ലേറ്റുമായിട്ട് ഇറങ്ങീന്. ഞാനും ഓരോ ബാക്കിൽ തന്നെ ഉണ്ടേനു. ഞാൻ ആദ്യം എടുത്തത് കൈതച്ചക്ക പൈനാപ്പിൾ എടുത്തിന്, കുറച്ച് കർമൂസ എടുത്തിന്, മറ്റേ പുഴുങ്ങിയ പഴം എടുത്തിന് ഒരു പീസ്, പിന്നെ രണ്ട് പുഴുങ്ങിയ മുട്ടയും. ഇതാണേ എൻ്റെ പ്ലേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഞാൻ കഴിച്ചത് പൈനാപ്പിളാണ്. ആ പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്കുണ്ട് മേലേന്ന് ഒരു കരിങ്കുരങ്ങ് തുള്ളിയിട്ട് മരത്തുമ്മലേക്ക് വീണ്. പിന്നീട് അവൻ്റെ ഒരു പ്രകടനം മോനെ. അപ്പുറത്ത് തുള്ളുന്നു ഇപ്പുറത്ത് തുള്ളുന്നു, ഒരു പരക്കം പാച്ചിൽ, എന്തെല്ലോ ഒരു പിരാന്തം കളി. തുള്ളി അങ്ങ് ഒരൊറ്റ മരത്തമ്മ ചാടിയിട്ടൊരു പോക്ക. ഞാനപ്പാടൻ എൻ്റെ പുഴുങ്ങിയ മുട്ട ഇങ്ങോട്ട് എടുത്തിട്ട് അത് കഴിക്കാൻ തുടങ്ങി കേട്ടാ. പുഴുങ്ങിയ മുട്ടങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാ? പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങിയ പഴവും ഇങ്ങനെ വെച്ചിട്ട് കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പുട്ടും പഴവും കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതിൻ്റെ കൂടെ മുട്ടയും കൂട്ടി കഴിക്കലുണ്ട്. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് പ്രോട്ടീൻ ബോഡിക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീണ്ടും ഒരു പ്ലേറ്റുമായിട്ട് ഇറങ്ങി. രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ച് കാപ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ റൗണ്ടിൽ എൻ്റെ പ്ലേറ്റിലുള്ളത് ഒരു ഇഡ്ഡലി ഉണ്ട്, ഒരു ദോശയുണ്ട്, കുറച്ച് സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, 2-3 പീസ് സോസേജും ഉണ്ട്. ശരിക്കും ആ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് സാമ്പാറായിരുന്നു. ഇന്ത്യയിൽ അധികാരം ട്രൈ ചെയ്യാത്ത ഭയങ്കര വിചിത്രമായ ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇഡ്ഡലിയും സാമ്പാറും സോസേജും കൂടെ ചേർത്തിട്ട് ഒരു വെറൈറ്റി കോമ്പിനേഷനാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ഞാൻ കഴിച്ചത്
ദോശയും ചട്നിയും സാമ്പാറും സോസേജും കൂടെ കൂട്ടിപ്പിടിച്ചിട്ടു. അതും നല്ലൊരു കോമ്പിനേഷനാണ്. അത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ഇത്തവണ എടുത്തിട്ടുള്ളത് ഒരു പറാത്തി ഉണ്ടേനു. അപ്പോൾ അതെടുത്തിന്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറി എടുത്തിന്, പിന്നെ ബ്രെഡും ബട്ടറും എടുത്ത് ഒരു വിത്തൗട്ട് ചായയും കുടിച്ചിട്ട് ഞാൻ ആ റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ഞാൻ താമസിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോയി. അബാദ് ബ്രൂക്ക് സൈഡ് എന്ന് പറഞ്ഞ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത്. അതായത് ഇതിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ തേയിലത്തോട്ടാണ്, ബാക്ക് സൈഡ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി കാടും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ ഷെഫ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നോട് പറഞ്ഞ് നല്ല ഫ്രഷ് അമൂറ് കിട്ടിയിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് മൂപ്പര കയ്യിൽ, അത് ഉണ്ടാക്കി തരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ, വൈ നോട്ട്. ഞാൻ അപ്പോൾ ഉടനെ വേഗം റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതാണ് ആ ഐറ്റം, അമൂർ മുരിങ്ങയ്ക്ക കറി. അതാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും മുരിങ്ങയ്ക്കയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഐറ്റമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ചോറായിക്കോട്ടെ എന്ന്. അങ്ങനെ കുറുവിയരി ചോറും അമൂറിൻ്റെ ആ മുരിങ്ങയ്ക്ക കറിയും മോര് കറിയും തൈരും പിന്നെ പപ്പടവും ഉണ്ട്. കൈയെല്ലാം കഴുകി വന്നിരുന്നിട്ട് ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. ആദ്യം എൻ്റെ കൈ നേരെ 12 മണി കഷ്ടിയാവുന്നില്ലേ ആ ഐറ്റത്തിലോട്ടാ, അമൂർ മുരിങ്ങയ്ക്ക കറിയിലോട്ടാ. ഒരു ചെറിയ പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കിയേട്ടാ. ആ ഫ്ലേവർ ഉണ്ടല്ലോ, മുരിങ്ങക്കാൻ്റെ ഒരു ഫ്ലേവറും കുരുമുളകിൻ്റെയും കൊത്തമ്പാരിൻ്റെ എല്ലാ ഒരു ഫ്ലേവർ, അങ്ങനത്തെ നാടൻ മസാല മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അല്ല ശരിക്കും ആ ഫിഷിൻ്റെ മീനിൻ്റെ അങ്ങ് ഉള്ളിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറായിട്ട് മീൻ അങ്ങനെ ഫ്രൈ ആയിട്ടുമില്ല. ആദ്യം ഫ്രൈ ആയിട്ട് ഗ്രേവിയിലിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ് കൂടിപ്പോയിന്, ഒരു പൊടിക്ക് ഉപ്പ് കൂടിപ്പോയിന് അതിൻ്റെ ഗ്രേവിക്ക്. പക്ഷേ അത് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്നു. അല്ലാത്തപ്പോൾ, അതായത് വെറുതെ ആ ഫിഷ് മാത്രം എടുത്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ഉപ്പ് കൂടിയ പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നിയത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെർഫെക്റ്റ് ചെയ്യുന്നു. ഈ മീനിങ്ങനെ പതുക്കി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഞെക്കിയ ശേഷം ആ ഗ്രേവി കൂട്ടി കുഴച്ച ചോറിൻ്റെ ഇടയിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. രക്ഷയില്ല മക്കളെ. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് ആ മോര് കറിയില്ലേ അതും ലേശം സൈഡിൽ ഒഴിച്ച് ഒരു കഷ്ണം പപ്പടെല്ലാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ മീനിൻ്റെ ഏകദേശം നടുഭാഗത്തിൻ്റെ ലേശം താഴെ വാലിൻ്റെ അറ്റത്തുനിന്ന് വീണ്ടും ചെറിയൊരു കഷ്ണം ഇങ്ങോട്ടെടുത്ത് അത് ആ ചോറിലോട്ട് വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. ആ ചോറ് ഏകദേശം 3/4 ഭാഗത്തോടെ ഞാൻ കഴിച്ചിന്. മീൻ പിന്നെ ഫുള്ളായിട്ട് കഴിച്ച് നക്കി തുടച്ചിനെ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 1 മണി 1:15 ആകുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് ലഞ്ച് കഴിച്ചത്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ലഞ്ച്. ദാൽ കറി ഉണ്ട്, ബസ്മതി റൈസ് ഉണ്ട്, ഫിഷിൻ്റെ ഒരു കറിയുണ്ട്, പനീറിൻ്റെ ഒരു കറിയുണ്ട്, പിന്നെ ചെമ്മീനും കൂന്തലെല്ലാം ഇട്ടാക്കിയ ഒരു സീ ഫുഡ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, പിന്നെ ഒരു വെജിറ്റേറിയൻ ഐറ്റം ഉണ്ട്. ആദ്യം മറ്റേ ചോറ് ഞാൻ കുറച്ചധികം കഴിച്ചുകൊണ്ട് ഇപ്പം ബസ്മതി റൈസ് വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. ലേശം ദാൽ ഫ്രൈ ചോറിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്, ഫിഷ് കറി ഒഴിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് അല്ല കേട്ടോ. അപ്പോൾ ആ മീൻ ഇന്ന് ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ച് നോക്കിനെ. മീൻ കറി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മീൻ ഫ്രഷ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്നാലും വെച്ച ആ ഒരു രീതി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ സീ ഫുഡിൻ്റെ ഐറ്റം ഉണ്ടല്ലോ, ചെമ്മീനും കൂന്തലും എല്ലാം വരുന്നത്, അത് മസാലയോട് കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ചോറിലോട്ട് കൂട്ടി കുഴച്ചിട്ടും കഴിച്ചിനെ. ഇതൊരു രക്ഷയേ ഇല്ല. പെട്ടെന്ന് കാണുമ്പോൾ ഒരു മടുക്കുന്ന ടൈപ്പ് പോലെ തോന്നും. അത് ഭയങ്കര എരിവല്ലുള്ള പോലെ, പക്ഷേ അങ്ങനെ എരിവൊന്നുമില്ല. കറക്റ്റ് എരിവാണ്. ചെമ്മീൻ്റെ ഒരു ചുഴയുണ്ട്, കൂന്തലിൻ്റെ ചുഴയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ വെജിറ്റേറിയൻ ഐറ്റം കഴിച്ച് ഗ്രീൻ പീസെല്ലാം ഇട്ടിട്ട് വരുന്ന ഒരു കറി ഉണ്ടായിരുന്നു. പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ രീതിയിലാക്കിയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിച്ച് സെറ്റാക്കിയിട്ടുള്ള കോയിൻ പൊറോട്ടയും പനീർ ബട്ടർ മസാലയും കോയിൻ പൊറോട്ടയും ആ വെജിറ്റബിൾ കറിയെല്ലാം കഴിച്ച ശേഷം റിസോർട്ടിൻ്റെ അകത്തൂടെ ഒരു അരമണിക്കൂർ നേരം പതുക്കെ നടന്ന്, എന്നിട്ട് പോയിട്ട് എൻ്റെ പ്രോട്ടീൻ ഷേക്കും കുടിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നേരം കിടന്നുറങ്ങിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഏകദേശം ഒരു 2:30 2:45 ഞാൻ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത്. വയനാട്ടിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ ലക്കിടിയിലുള്ള അബാദ് ബ്രൂക്ക് സൈഡ്. ഒന്നാമത് നല്ല നീറ്റാണ്, നല്ല സർവീസുമാണ് ഇവിടുത്തെ. പിന്നെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. എപ്പോഴും ഒരു മിനിമം ടേസ്റ്റിനോ നല്ല ക്വാളിറ്റിയോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫർ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. വെക്കേഷൻ പ്രമാണിച്ചിട്ട് ഒരു ഫാമിലിക്ക് വെറും 5000 രൂപയ്ക്ക് ടാക്സ് അടക്കം ഇവിടെ താമസിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഫുഡും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓഫറാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോ.